ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോറി കേട്ടാലോ? താരം വേറെ ആരുമല്ല, ചായ തന്നെയാണ്. കാരണം ബാക്കിയെല്ലാം ഓർഡർ ചെയ്തേക്കാണ്. ഇനി അടുത്ത താരം നമ്മുടെ ചായടിക്കാരനാണ്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെ. ഇങ്ങനെ അടിച്ചു കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ് ആളുടെ വാദം. തർക്കിക്കാൻ ഞാനും പോകാറില്ല. ഫുഡ് എന്തൊക്കെയാണെന്ന് കാണാം. തേങ്ങാ ചട്നി, ഉരുളക്കിഴങ്ങ് മസാല കറി, തക്കാളി ചട്നി, ഇതേതോ ചട്നി, സാമ്പാർ, പൂരി, പ്ലെയിൻ ദോശ. പണ്ടൊക്കെ കിട്ടുന്ന പാടെ ചൂടോടുകൂടി ആസ്വദിച്ച് കഴിക്കായിരുന്നു. ഇപ്പം നല്ല മാറ്റമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് തണുത്താറി സമാധാനം ഇല്ലാതെ കഴിക്കാം. താങ്ക്സ് ടു മൈ ബേബി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പാപ്പനും മോളും കൂടി എന്തോ പിറുപിറുക്കുന്നത് കണ്ടത്. അവളിപ്പോൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും എന്നെ കുറ്റം പറയാണോ എന്നൊരു ഫീൽ എനിക്ക് ഇല്ല. അതിയാവോളം ആസ്വദിച്ച് കഴിച്ചോ? ഞാൻ അവളെ നോക്കാമെന്ന് കെട്ടിയവനും അത് മുതലെടുത്ത് പ്രേമം സിനിമ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. മസ്കറ്റിൽ വന്നപ്പോൾ മുതൽ പാത്രങ്ങൾക്കൊക്കെ ഭയങ്കര വെയിറ്റ് വെച്ച പോലെ. പിന്നെ മനസ്സിലായത് ഗർഭിണിയായപ്പോൾ മുതൽ അമ്മ ഡൈനിങ് ടേബിളെല്ലാം വെച്ച് തരും. അമ്മ തന്നെ എല്ലാം കഴുകി വയ്ക്കും. വെയിറ്റ് കൂടിയത് പാത്രങ്ങൾക്കല്ല, ക്ഷയിച്ചു പോയത് എൻ്റെ കൈകളാണെന്ന് മനസ്സിലായി.